എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ റാണവേ അവനാണെങ്കിൽ ആ ബീസ്റ്റിന്റെ ശ്രദ്ധ അവന്റെ നേർക്ക് തിരിക്കും. ബീസ്റ്റ് അവനെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ ക്ലോസ് എത്തേണ്ട താമസം അവന്റെ മുൻപിലേക്ക് ഇപ്പോൾ ഹീറോ ചാടി വീഴുകയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും ആ കാഴ്ച കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. നീ എന്തായി ചെയ്യണേന്ന് ചോദിച്ച് ആസ് ആണെങ്കിൽ ഹീറോയുടെ പേര് വിളിച്ച് നിലവിളിക്കും. അതേസമയം ഹീറോ അവൻ ആ റിങ് ഫുൾ മോഡിൽ ഓപ്പൺ ചെയ്ത് അവന്റെ റിങ്ങിലുള്ള ബീസ്റ്റിനോട് ആ ഒരു ഡ്രാഗന്റെ പവർ അത് മുഴുവനായിട്ടും അബ്സോർവ് ചെയ്യാൻ പറയാണ്. അതാണെങ്കിൽ വണ്ടർ അടിച്ച് ഹീറോയോട് ചോദിക്കും, നീ എന്താ ഈ പറയണേ? ഇത്രയും പവർ അത് ഞാൻ എങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കും? ഹീറോയ്ക്കാണെങ്കിൽ ഒരു സെക്കൻഡ് അത് കേട്ട് കിളി പോവും. നിന്നെക്കൊണ്ട് അബ്സോർബ് ചെയ്യാനായിട്ട് കഴിയില്ലേ? ഉടനെ ആ ബീസ്റ്റ് പറയും, കഴിയും, പക്ഷെ എനിക്ക് നിന്റെ സഹായം അത് ആവശ്യമാണ്. നീയും ആ പവർ അത് അബ്സോർബ് ചെയ്യുന്നത് പോലെ ഇമാജിൻ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് അതിന്റെ പവർ മുഴുവനായിട്ടും അബ്സോർബ് ചെയ്യാൻ പറ്റൂ. സെക്കൻഡുകൾ കൊണ്ട് ആ ബീസ്റ്റിന്റെ പവർ മുഴുവനായിട്ടും നമ്മുടെ ആൾക്കാർ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. ബീസ്റ്റിന്റെ മുഴുവൻ പവറും പോയി അതൊരു കുഞ്ഞു ബീസ്റ്റായി താഴേക്ക് വീഴും. ചുറ്റുമുണ്ടായിരുന്ന ആൾക്കാർക്കൊന്നും അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അവർ ആ ഒരു സീനൊക്കെ കണ്ട് അങ്ങനെ വണ്ടർ അടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തില് അത്രയും വലിയൊരു പ്രോബ്ലം നമ്മുടെ ഹീറോയും അവന്റെ ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഇപ്പോ തീർത്തിരിക്കുകയാണ്. എല്ലാവരും ഓടി വന്ന് ഹീറോയെ അഭിനന്ദിക്കും. കാലിഗോ മാസ്റ്റർ ആള് വരുന്നത് കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലാവും അവനെ വഴക്കു പറയാനാണെന്ന്. അവനിപ്പോൾ മാസ്റ്ററിനോട് പറയും, മാസ്റ്റർ എനിക്കെല്ലാം ഓർമ്മയുണ്ട്, പക്ഷേ എൻ്റെ മുൻപിൽ വേറെ വഴിയില്ലായിരുന്നു. ശരിക്കും നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ജീവനെ കഴിഞ്ഞും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വിലമതിക്കുന്നു. ഞാൻ ഓരോ കാര്യങ്ങൾ റിസ്ക് എടുക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ആംബിഷൻ അത് മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരെ രക്ഷിക്കുക എന്നതാണ്. സോ അതിൽ നിന്ന് എനിക്ക് മാറി ചിന്തിക്കാനാവില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. കാലിഗോ ആണെങ്കിൽ ഹീറോയോട് ഇനി ഇതുപോലൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പ്രോമിസ് വാങ്ങിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത പ്രിസണേഴ്സിനൊന്നിനും ഇപ്പോൾ ആ ജയിലിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റില്ല. അപ്പോൾ ദൂരത്തായി നമ്മുടെ കണ്ണാടി പയ്യൻ ആ 6 ഫിംഗേഴ്സ് ടീമിന്റെ മുൻപിൽ അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കുകയാണ്. ആ 6 ഫിംഗേഴ്സ് ടീമിന്റെ മെയിൻ ക്യാപ്റ്റൻ ആള് പോലും ഇപ്പൊ കെരിയോടെ മുൻപിൽ തല കുനിച്ച് നിൽക്കുകയാണ്. അസനാസ് ആണെങ്കിൽ ഇപ്പൊ കണ്ണാടി പയ്യൻ കെരിയോട് പറയും, പ്ലീസ് ഞങ്ങളെ കൂടെ തുറന്നു വിട്. അതിനാവും പറയും, ഐ എം സോറി, നിങ്ങളെ ആരെയും പുറത്തു കൊണ്ടുപോകുന്നു ഞാൻ പ്രോമിസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവന്റെ കഴുത്തിലെ ലോക്ക് കഴിച്ച് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. കണ്ണാടി പയ്യന്റെ കൂടെയുള്ള ഒരു മെമ്പർ അവൻ പറയും, അവരെ കൂടെ നമുക്ക് റിലീസ് ചെയ്യാം, നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ല. അത് കേട്ട് കണ്ണാടി പയ്യനാണെങ്കിൽ അവരുടെ അടുത്തേക്ക് വരും. എനിക്ക് ഇവരുടെ ഇപ്പോഴത്തെ എക്സ്പ്രഷൻ അത് കാണുമ്പോൾ ചിരി വരുന്നു. ഇവരുടെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ച് ഇങ്ങനെ സാഡായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഇവരെ രക്ഷപ്പെടുത്തുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അധികം വൈകാതെ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യും. ഇവരെ വീണ്ടും കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്ത് ഈ സെല്ലിലാക്കും. കണ്ണാടിപ്പയ്യനും അവന്റെ സംഘവും അവരിപ്പോ ആ പ്രിസണേഴ്സിനോട് ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. അതേസമയം പാർക്കിന്റെ ഫംഗ്ഷൻ അത് പഴയതുപോലെ ആയിക്കഴിഞ്ഞു. പഴയതിനെ കഴിഞ്ഞ സന്തോഷത്തില് എല്ലാവരും ആടിയും പാടിയും ആ റൈഡ്സിലൊക്കെ കയറിയും അങ്ങനെ എൻജോയ് ചെയ്യാണ്. ഹീറോ ആണ് ആ പാർക്കിലുള്ളവരെ എല്ലാവരെയും സേഫ് ആക്കിയതെന്നും ആ ബീസ്റ്റിനെ കൊന്നെന്നും അറിഞ്ഞ നമ്മുടെ കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ ഹീറോയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നും. അതേസമയം അവന്റെ ബോസ് ഇപ്പോൾ അവനെ കോൾ ചെയ്യാണ്. അവന്റെ ബോസ് പറയും, നമ്മുടെ പ്ലാൻ അത് തൽക്കാലത്തേക്ക് അവിടെ ഡ്രോപ്പ് ചെയ്തേക്ക്. നിങ്ങൾ എത്രയും വേഗം എൻ്റെ അടുത്തേക്ക് എത്തണം, അതാണ് നിങ്ങൾക്കിപ്പോൾ സേഫ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോ ആണെങ്കിൽ എവിടേക്കോ നോക്കി നിൽക്കുകയാണ്. ഉടനെ അസിസ്റ്റന്റ് ചേച്ചി അവൾ അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ ബാഗ് അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അവൻ ഹാപ്പി ആയിട്ട് ആ ബാഗ് തുറന്ന് ഒരു പേപ്പർ അവന്റെ കയ്യിലെടുക്കും. അത് അവന്റെ ഗ്രാൻഡ് കൊടുത്ത ഒരു പ്രോമിസറി നോട്ടാണ്. നീ നന്നായിട്ട് ഫുഡ് കഴിക്കണം, ഒറ്റപ്പെടുകയാണെന്ന് തോന്നിയ അപ്പം എനിക്ക് കോൾ ചെയ്യണം, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അസിസ്റ്റന്റ് പെണ്ണിനോട് പറയണം, ഫ്രണ്ട്സിന്റെ കൂടെ നീ ഹാപ്പി ആയിട്ടിരിക്കണം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവും. അതിന്റെ ഏറ്റവും അവസാനമായി നീ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണാനാണ് എനിക്ക് ഏറെ ഇഷ്ടം എന്നായിരിക്കും ഗ്രാൻഡ് പ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഹീറോ ആണെങ്കിൽ ഒരു സെക്കൻഡ് അവന്റെ ഗ്രാൻഡ് പ ആലോചിക്കും. ഗ്രാൻഡ് പ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, എനിക്ക് യാതൊരു കുഴപ്പമില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഹീറോ ആണെങ്കിൽ അവന്റെ ഫസ്റ്റ് ഡേ കറക്കൊക്കെ അവസാനിപ്പിച്ച് ഇപ്പൊ ഗ്രാൻഡ് പേയുടെ അടുത്തേക്ക് തിരികെ വരികയാണ്. റാണവയുടെ പപ്പ ഇപ്പോ ഗ്രാൻഡ് പേ കണ്ട് ആളുടെ അടുത്തേക്ക് ഓടി വരും. എന്നിട്ട് നടന്ന എല്ലാ സംഭവങ്ങളും ആളോട് പറയാണ്, നിങ്ങളുടെ ഗ്രാൻഡ് ചൈൽഡ് അവനുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നത്. സോ നിങ്ങളോടും നിങ്ങളുടെ ഗ്രാൻഡ് ചൈൽഡിനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഗ്രാൻഡ് പേക്കാണെങ്കിൽ റാണവയുടെ പപ്പ പറയുന്നത് കേട്ട് ഒരുപാട് അഭിമാനം തോന്നും. അതിനുപരിയായിട്ട് പേടിയും. ഹീറോ ആണ് ഗ്രാൻഡ് പേയോട് പറയും, ഞാൻ കാരണമല്ല ഈ 2 ടീച്ചേഴ്സ്, ഇവരുള്ളതുകൊണ്ടാണ് എല്ലാം നന്നായി നടന്നത്. എന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് പോലും ഇവർ 2 പേരും ചേർന്നാണ്. അത് കേട്ട് ഗ്രാൻഡ് പേ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ
ഇവർ രണ്ടുപേരെ കൂടെ നിനക്ക് ബോഡി ഗാർഡായിട്ട് വെച്ചാലോ? അത് കേട്ട് നമ്മുടെ ടീച്ചേഴ്സ് രണ്ടുപേരും പരസ്പരം നോക്കും. ബാലുവാണെങ്കിൽ കാലിക്കോട് ചോദിക്കും, പാർക്കിൽ നടന്ന സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? അതിന് കാലിക്കോ ഇല്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു, ആർക്കും ഒന്നിനെക്കുറിച്ചും അറിയില്ല. എനിക്ക് തോന്നുന്നത് ആ ചെയ്ത ആളുകൾ അവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാവരുടെയും ബ്രെയിൻ അത് ക്ലിയർ ചെയ്തു എന്നാണ്. മെമ്മറീസ് ഒന്നും പലർക്കും പഴയ മെമ്മറീസ് ഒന്നും തന്നെ പ്രോപ്പറായിട്ട് ഓർമ്മ പോലും ഇല്ല. അങ്ങനെ ഒരു കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് കാലിക്കോ അവൻ്റെ റൂമിലേക്ക് വരുമ്പോഴായിരിക്കും അവിടെയെല്ലാം ഒരുപാട് കുട്ടികൾ കയറി ഇറങ്ങി നടക്കുകയാണ്. അവർ കാലിക്കോയെ പോലെ ആക്ട് ചെയ്തും അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തും താഴെയിട്ടൊക്കെ എൻജോയ് ചെയ്യും. കാലിക്കോയ്ക്കാണെങ്കിൽ അവൻ്റെ കൺട്രോൾ പോവും. എല്ലാറ്റിനെയും അവൻ ചീത്ത പറഞ്ഞ് അവിടുന്ന് ഓടിക്കുകയാണ്. ബോലത്തിനാണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് ചിരിയൊക്കെ വരും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ഗേൾസിനെ കാണിക്കുകയാണ്. റോണവയുടെ പപ്പ ഓഫറിൽ ഒരുപാട് ഡ്രസ്സുകൾ ഫ്രീ ആയി നമ്മുടെ ഗേൾസിന് കൊടുത്തിരിക്കുകയാണ്. അവർ കിട്ടിയ ഡ്രസ്സ് എല്ലാം ഓരോരുത്തർ ഇട്ട് നോക്കി പാകമാവുന്നത് അവർ കളക്ട് ചെയ്ത് വെക്കും. അതുമാത്രമല്ല അവർക്ക് വലിയൊരു വിരുന്ന് തന്നെ റോണവയുടെ പപ്പ ഒരുക്കി കൊടുക്കും. പച്ചമുടി പെണ്ണാണെങ്കിൽ ചോക്ലേറ്റിലൊക്കെ കിടന്നുരുളും. അതേസമയം നമ്മുടെ അസിസ്റ്റന്റ് ചേച്ചി അവരാണെങ്കിൽ ഹീറോയ്ക്ക് കഴിക്കാനുള്ള ഒരുപാട് ഫുഡുകൾ അവന്റെ മുൻപിൽ നിരത്തി വെക്കും. അവനാണെങ്കിൽ സെക്കൻഡ് കൊണ്ട് അത് മുഴുവൻ തിന്നു തീർക്കും. ആവരിയാണെങ്കിൽ ഹീറോയെ അന്വേഷിച്ച് ബാൽക്കണിയിലേക്ക് വരും. അവിടെ ഇപ്പോൾ നമ്മുടെ ആവരിയും ഹീറോയും മാത്രമാണ് ഉള്ളത്. ഹീറോ തിരിഞ്ഞ് ആവരിയെ നോക്കും. വാവ്, നിന്റെ ഡ്രസ്സ് അത് മനോഹരമായിരിക്കുന്നു. അതിന് അവള് പറയും, ഇത് റാണവയുടെ പപ്പ എന്ന ഗിഫ്റ്റാണ്, എനിക്ക് ഈ ഡ്രസ്സ് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാനിതിട്ട് ഇവിടേക്ക് വന്നത്. ആവരിയാണെങ്കിൽ ഇപ്പൊ ഹീറോയെ കണ്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. എൻ്റെ ഗോളിനെ കഴിഞ്ഞും എത്രയോ വലുതും നല്ലതുമാണ് നിന്റെ ഗോൾ, നിന്റെ ലക്ഷ്യം. അത് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. അവളാണെങ്കിൽ ഹീറോയുടെ തൊട്ടടുത്തേക്ക് വരും. നിനക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. നമ്മൾ രണ്ടുപേരും തനിച്ചുള്ള ഒരു മൊമെന്റ്, അത് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു. ഹീറോയ്ക്കാണെങ്കിൽ അവൾക്ക് എന്ത് മറുപടി കൊടുക്കണം എന്നറിയില്ല. അപ്പോഴായിരിക്കും ആസും പച്ചമുടി പെണ്ണും അവർ രണ്ടുപേരും അവിടേക്ക് ഓടി വരിക. പച്ചമുടി പെണ്ണാണെങ്കിൽ ഹീറോയുടെ കൈ പിടിച്ച് പറയും, അവിടെ നമുക്ക് വേണ്ടി ഒരുപാട് ഫുഡും പാർട്ടിയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണോ? അവിടേക്ക് വായോ, നിങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഉടനെ ഹീറോ ആണെങ്കിൽ അവരുടെ കൂടെ പോകാൻ തയ്യാറെടുക്കും. ആവരിക്ക് അതുകൊണ്ട് ഒരുപാട് വിഷമം തോന്നും. അവൻ അങ്ങനെ ടേൺ ചെയ്ത് ആവരിയോട് പറയും, എനിക്ക് നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷേ ഇന്ന് വേണ്ട, അതിന് പറ്റിയൊരു സമയവും സന്ദർഭവും വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് എവിടേക്കെങ്കിലും പോവാം. ആവരി അത് കേൾക്കേണ്ട താമസം ഇംപ്രസ്ഡ് ആയിട്ട് അങ്ങനെ തല ഇറങ്ങി താഴെ വീഴും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ എല്ലാവരും നമ്മുടെ ഹീറോയുടെ വീരസാഹസിക കഥ ന്യൂസ് റിപ്പോർട്ടറിനോട് പറയുകയാണ്. ഗ്രാൻഡ് പയ്ക്കാണെങ്കിൽ ഹീറോയുടെ കാര്യം പറയുമ്പോൾ 100 നാവാണ്. മാത്രമല്ല ഹീറോ കടന്നുപോയ ഓരോ വഴികളും ആലോചിക്കുമ്പോൾ ആൾക്ക് ഒരുപാട് വിഷമവും തോന്നും. അതിനുശേഷം ന്യൂസ് റിപ്പോർട്ടേഴ്സ് ആണെങ്കിൽ ഹീറോയുടെ ഇന്റർവ്യൂവിന് വേണ്ടി ഹീറോയുടെ മാൻഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് റിപ്പോർട്ടേഴ്സ് തള്ളിക്കയറി വരുന്നത് കണ്ട് സെക്യൂരിറ്റീസ് അവരെ തടയും. ഹീറോയ്ക്കാണെങ്കിൽ അവന് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവൻ പുറത്തു പോവാതെ അകത്ത് തന്നെ ഇരിക്കും. ആസു പറയും, ഞങ്ങൾ എല്ലാവരും ഇപ്പൊ പുറകിലൂടെ ഇതിന് വെളിയിൽ കടക്കാൻ പോവാണ്, പക്ഷേ നീ വീട്ടിലേക്ക് പോയാലും ഇവരെല്ലാവരും നിന്നെ ഫോളോ ചെയ്ത് വീട്ടിലേക്ക് വരും. അതിന് ക്ലാര പറയും, കുഴപ്പമില്ല, നിനക്ക് ഓക്കെ ആണെങ്കിൽ എന്റെ വീട്ടിൽ താമസിക്കാം. അത് കേട്ട് ഹീറോ അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.